ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച 3.5 വയസ്സുകാരിക്ക് നടൻ മമ്മൂട്ടിയുടെ കൈത്താങ്ങ്. മലപ്പുറം തിരൂർക്കാട് സ്വദേശി അലിയുടെ മകൾ നിദാ ഫാത്തിമയ്ക്കാണ് മമ്മൂട്ടി രക്ഷാധികാരിയായ കെയർ ആൻഡ് ഷെയറിലൂടെ ചികിത്സ ലഭിച്ചത്. മമ്മൂക്കിയെ നേരിൽ കാണണമെന്നാണ് ആഗ്രഹമെന്ന് നിദ പറഞ്ഞു. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചുമിടുക്കി നിദാ ഫാത്തിമയുടെ കൂടെയാണ് ഞാനുള്ളത്. ആളിപ്പോൾ സന്തോഷത്തിലാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ അത് വേദനയുടേതായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖം കാരണം ജനിച്ചതു മുതൽ തന്നെ വലിയ വിഷമത്തിലായിരുന്നു. അപ്പോൾ 4 വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അതിനെങ്ങനെ പണം കണ്ടെത്തും? ഏകദേശം ഒരു 7 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരുന്ന ഒരു ചികിത്സയായിരുന്നു. അതിനെങ്ങനെ പണം കണ്ടെത്തുന്നു എന്നറിയാതെ ഈ തിരൂർക്കാടുള്ളവരുടെ കുടുംബം വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഒരു സഹായമായി എത്തുന്നത്. ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായിട്ടുള്ള ജസീർ ഈ വിവരം മമ്മൂട്ടിയെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ കെയർ ആൻഡ് ഷെയർ എന്നുള്ള പദ്ധതിയിലൂടെ ആ കുട്ടിക്ക് എല്ലാ ചികിത്സയും നൽകുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അവിടെ നിന്നും അവരുടെ ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു ബൊക്കെയാണ് കയ്യിലുള്ളത്. സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡോട് കൂടിയാണ് ഈ ബൊക്കെ ആശുപത്രിയിൽ നിന്ന് മോൾക്ക് സമ്മാനിച്ചത്. ആരാ തന്നെ? മമ്മൂക്കയോ? മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കണ്ടിട്ടുണ്ടോ ഇതുവരെ? അസുഖമൊക്കെ മാറിയില്ലേ? വേഗം മാറും. ജസീർ കൂടെ ചേരുന്നുണ്ട്. ജസീറാണ് ഈ വിവരം. അദ്ദേഹം ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് മമ്മൂട്ടിയുടെ. അപ്പോൾ നമസ്കാരം. എന്താണപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അറിയിച്ചത് ഇങ്ങനൊരു ചികിത്സ വേണമെന്നുള്ളൊരു ആവശ്യമൊക്കെ? കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് കുട്ടിയുടെ ഉപ്പ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു, വാട്സപ്പിൽ അയച്ചു തന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് കിട്ടിയപ്പോൾ എനിക്കത് എന്താ ചെയ്യേണ്ടതെന്നൊരു വലിയ ഐഡിയ ഒന്നുമില്ല. മമ്മൂക്കാക്ക് സാധാരണ സിനിമകൾ വരുന്ന സമയത്ത് മെസ്സേജുകൾ അയക്കാറുണ്ട്, അതിനൊന്നും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടാറില്ല. പിന്നെ ഇത് 3.5 വയസ്സായ ഒരു കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു മമ്മൂക്കാക്ക് ഇത് അയച്ചു വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ അത് സ്വീകരിക്കുന്നുള്ളത്. ആ പ്രതീക്ഷ സത്യം പറഞ്ഞാൽ തെറ്റിയില്ല. ഞാനത് അയച്ചു കൊടുത്തപ്പോഴും സാധാരണ കാണുന്ന പോലെ തന്നെ 2 ടിക്കിൽ അത് നിന്നു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കെയർ ആൻഡ് ഷെയറിൽ നിന്ന് എനിക്ക് കോൾ വരാ ചെയ്തത്. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ മമ്മൂക്കാക്ക് അയച്ചു കൊടുത്തിരുന്ന ആ ഡീറ്റെയിൽ നോക്കി, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് അത് കെയർ ആൻഡ് ഷെയറിന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം, മമ്മൂക്കയുടെ ആരാധകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു ആവശ്യം മമ്മൂക്കയോട് ആദ്യമായിട്ട് ഞാൻ പറയുകയും അത് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് മോൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ സന്തോഷത്തിലാണ്. ഇതാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നിദാ ഫാത്തിമ. അതിനെ ഇനി എത്രയും വേഗം മമ്മൂക്കയെ കാണണമെന്നൊരു ആഗ്രഹം കൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.